മാതാപിതാ ഗുരുദേവേ. ഗുരുർബ്രഹ്മോ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മ ശ്രീ ഗുരുവേ നമ. ഗുരുവേ നമ. ഗുരുവേ നമ. ഗുരുവേ സർവരോഗാനാം പിഠിയേ ഭവരോഗിനാം നിധേ സർവവിദ്യാനാം ദക്ഷിണമൂർത്തിയേ നമ. ദക്ഷിണമൂർത്തിയേ നമ. ദക്ഷിണമൂർത്തിയേ നമ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശമ്രാജേ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ശിവായ മഹേശ്വരായ വിഷ്ണുവേ നമ. പിതാമഹായ നമ. സംസാര വൈദ്യായ നമ. സർവജ്ഞായ നമ. പരമാത്മേ നമ. ശരണാഗതേ നമ. സൂര്യാസ്വാമായ മംഗളായ പുരാജ ഗുരു ശുക്രം സേതുവേ നമ. ശിവായ ശിവം ശ്രീ മഹാദേവ. എല്ലാ ശ്രോതാക്കൾക്കും സദ്വചനാമൃതം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിടെ എല്ലാം പാദങ്ങളിൽ ഗുരുകാരണന്മാരുടെ പാദങ്ങളിൽ നമസ്കാരം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം കർമ്മങ്ങളും കർമ്മബന്ധങ്ങളും. എന്താണ് ഈ കർമ്മങ്ങളും കർമ്മബന്ധങ്ങളും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കർമ്മം ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഒരുമിച്ച് നിൽക്കണം. മൂന്നും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ കർമ്മത്തിൽ വിജയം ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ വിജയം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വേദന കൊണ്ട് അയ്യോ എന്ന് പറയും, പിന്നെ ബുദ്ധിയുടെ ഇത് തിളക്കം കൊണ്ട് ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിച്ച് പറയും. അപ്പം അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിലേക്കും പൂർണ്ണമായിട്ടും മനസ്സിനെ കൊണ്ടുവരണം. എന്നിട്ട് വേണം നമ്മൾ ആ കർമ്മത്തിലേക്ക് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ ഊണ് കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണത്തിൻ്റേതായ രുചിയും ആ ടേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ഭക്ഷണത്തിലേക്ക് ഇറക്കി നമുക്ക് വിശപ്പ് താനേ വരും. നമ്മുടെ വായിൽ വെള്ളം ഓടുന്നത് പോലെ ആ കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഭക്ഷണത്തോട് കൂടുതൽ താല്പര്യം വരുന്നത്. ചില ആൾക്കാർ ഊണ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. അവരൊന്ന് കൈ വറ്റാക്കി അപ്പം തന്നെ ഏറ്റവും. കാരണം എന്താ, അവർക്ക് അതിൽ ശ്രദ്ധയില്ല. അവർ വേറെ പല ശ്രദ്ധയിലാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് പാടില്ല. നമ്മളെപ്പോഴും ഊണ് കഴിക്കാനെങ്കിൽ ഊണിനോട്, അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പഠിക്കണതിലേക്ക്, അങ്ങനെ ഏത് കാര്യം ഏത് കർമ്മം നമ്മൾ ചെയ്യുന്നു ആ കർമ്മത്തിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം പിന്നെ വേറെ സംഭവം, നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകും, ഇൻ്റർവ്യൂവിന് പരീക്ഷയ്ക്കൊക്കെ പോകും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്, സാധാരണ രാവിലെ തന്നെ കുട്ടിയെ വിളിച്ചുകൊടുത്തുന്നത് എങ്ങനെയാണ്, ഒരു വല്ലാത്ത രീതിയിലാണ്. സമയം പോയി അതാ ഇതാ എങ്ങനെ കുട്ടിക്കുള്ള ടെൻഷൻ മുഴുവൻ കൊടുത്തുകൊണ്ട് വിളിച്ചോണ്ട്. അപ്പം എന്താ വെച്ചാൽ അവൻ്റെ ആ ഉറക്കം ശരിയായിരിക്കില്ല. അതിനെന്താ ചെയ്യുന്നത്, നമ്മൾ ഉറക്കം ഉണർന്ന് കഴിഞ്ഞ് പതുക്കെ വേണം കുട്ടിയെ വിളിക്കാൻ. മോനെ എനിക്ക് സമയമായി, മോനെ ഒരു 5 മിനിറ്റ് കിടന്നോളൂ, എന്നിട്ട് മോനെ സുഖമായിട്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ നല്ല മനസ്സോടുകൂടി നല്ല ശരീരത്തോടും നല്ല അറിവോടുകൂടി വേണം കുട്ടികളെ ഉണർത്താൻ. എന്നിട്ട് വേണം അവരോട് നമ്മൾ പറയേണ്ടത്. മോഹം കഴിയിട്ട് വരും, അങ്ങനെ ചെയ്യും. അങ്ങനെ എല്ലാം കൊണ്ടും അവർ നല്ല രീതിയിലാക്കിയതിന് ശേഷം വേണം അവരെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടത്തുവാൻ. അപ്പോൾ അവർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അത് തലേ ദിവസം നമ്മൾ ആലോചിച്ച് എന്തൊക്കെയാണ് എൻ്റെ മകന് വേണ്ടത്, അല്ല എൻ്റെ മകൾക്ക് വേണ്ടത്, നമുക്കുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് രാവിലെ, അതൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കണം. അതെല്ലാം ചിന്തിച്ച് അവർക്ക് ടെൻഷൻ ഒരിക്കലും കൊടുക്കരുത്. കുട്ടികൾക്ക് നമ്മൾ ടെൻഷൻ മുഴുവൻ എടുക്കുന്നത് നമ്മളാണ്. കാരണം വെച്ചാൽ കുട്ടികൾ എപ്പോഴും അവർ വിദ്യാഭ്യാസം ചെയ്യേണ്ടവരാണ്, അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് പോകേണ്ടവരാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകേണ്ടവരാണ്. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന വിഷയത്തിലേക്ക് അവരെ അധികം ടെൻഷൻ കൊടുക്കാതെ അവരെ ഇൻ്റർവ്യൂ എന്നുള്ള വിഷയം അവരുടെ മനസ്സിൽ മനഃപ്പാഠമാക്കണം. മനഃപ്പാഠമായി കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിയും മനസ്സും ശരീരമൊക്കെ ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ അവർ ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിന് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ഏത് ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ വളരെയധികം ജെൻറ്റിലായിട്ട് വേണം. ജെൻറ്റലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത്, അതുപോലെ നല്ല വിനയത്തോടുകൂടി, അതുപോലെ നമ്മൾ മനസ്സിനടക്കി വെച്ച് നമ്മൾ ആദ്യം സംസാരിക്കാതെ, അല്ലെങ്കിൽ വളരെ മുഖത്തേക്ക് മാത്രം. ഇപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ബോർഡിലിരിക്കുന്ന ബോർഡംഗങ്ങളുടെ കണ്ണിലേക്ക് വേണം നമ്മൾ നോക്കാൻ. ഒരിക്കലും നമ്മൾ താഴ്ത്തേക്ക് നോക്കരുത്. കാരണം ബോർഡംഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ബോർഡംഗങ്ങളിൽ പല ആൾക്കാർ ഇരിപ്പുണ്ടാവും. ഈ പല ആൾക്കാർ ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കായികമായിട്ട് ആളെങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ശാരീരികമായിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഇടപെടുന്ന സംരംഭങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കാനിരിപ്പുണ്ടാവും. ഇവരെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷമാണ് മാർക്ക് ഇടുന്നത്. ഇയാളെ നമുക്ക് എടുക്കണോ എടുക്കണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന് എത്ര വലിയ അറിവുള്ളവനാണെങ്കിൽ പോലും പേഴ്സണാലിറ്റി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവന് ജെന്യൂനായിട്ട് സ്ഥലത്തിരിക്കാൻ പറ്റില്ല, അത് നല്ല പൊസിഷനിലിരിക്കാൻ പറ്റില്ല. ജെന്യൂനായിട്ടിരിക്കുന്ന അട്ടൽ ഉയർന്ന് ശരിക്കും സംസാരിക്കുന്നവർ, അതായത് നമ്മുടെ കണ്ണും മറ്റുള്ള സംഗതിയൊക്കെ ശരിക്കും നന്നായിട്ട് ഒരാളെ ആകർഷിക്കാവുന്ന മാതിരിയുള്ളത് വന്നാൽ മാത്രമേ നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ നല്ല ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ജെന്യൂനാണ് പോസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ എക്സിക്യൂട്ടീവ് പോസ്റ്റ് നമുക്ക് തിരിച്ചു പോകും. ചിലപ്പോൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ആയിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരണമെങ്കിൽ നമ്മൾ അവരെന്ത് ചിന്തിക്കുന്നത്, ഈ ബോഡി ചിന്തിക്കുന്നത് എപ്പോഴും ഈ ആളെ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഇത് ഗുണം കിട്ടും.
ഇതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഗുണത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ മാക്സിമം പോയിന്റ് എടുക്കും, എന്നിട്ട് അതിനകത്ത് മാർക്കിടും. ആ മാർക്കിടാൻ വേണ്ടി നമ്മൾ പോയിന്റ് കൊടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ജെനുവിനായിരിക്കണം, ജെൻറ്റിലായിരിക്കണം. അതുപോലെ തന്നെ വളരെ കുറച്ച് വാക്കുകൾ സംസാരിക്കാവൂ. അതായത് അവരൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം മാത്രമേ പറയാവൂ ആൻസർ. അല്ലാതെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവർക്ക് ആ കൺഫ്യൂഷനാവും, അവർ മാർക്കിൽ കുറയ്ക്കും. അതൊന്നും പാടില്ല. അപ്പോൾ അവർക്ക് ചോദിക്കുന്നതിൽ മാത്രം പറയാം, ഇനി വൃത്തിയായിട്ട് പറയാം. വൃത്തിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം പേരത്ത് വെപ്രാളം ഇല്ലാതെ, അത് ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കണം. അതാണ് ഇൻ്റർവ്യൂ ബോർഡിനുള്ളത്. പിന്നെ പരീക്ഷ എഴുതുകയാണെങ്കിൽ തന്നെ അത് തന്നെ, നമ്മൾ പേപ്പർ വായിച്ച് നമ്മൾ പേപ്പർ മനഃപ്പാഠമാക്കണകത്ത് ഹൃദയസ്ഥമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് കൃത്യമായി കിട്ടുള്ളൂ. ആ ചോദ്യങ്ങളുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താമസിച്ചാലും സ്പീഡിൽ എഴുതാൻ കഴിയും. പക്ഷേ താമസിക്കാതെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീഡിൽ എഴുതാനും കഴിയില്ല, സ്പീഡിൽ എഴുതിയാൽ തന്നെ തെറ്റായിരിക്കും. ശരിയായ ആൻസർ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് കുറച്ച് 2 മിനിറ്റിൽ നമ്മൾ സ്ട്രോയിൽ നിൽക്കുക. ഇതിന് ശേഷം നമ്മൾ മൈൻഡിനെ ഒന്ന് കൂളാക്കിയിട്ട് നമ്മൾ ആ പേപ്പറിൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ആ ബുദ്ധിയിലേക്ക് പ്രയോഗിച്ച് അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാരണവന്മാരോട് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, പല രക്ഷിതാക്കളും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പുരാണങ്ങൾ മുഴുവൻ കുട്ടികളെ കേൾപ്പിക്കും. പഴയ പുരാണം അവരെന്തൊക്കെ ചെറുപ്പത്തിൽ ജനിച്ചെന്ന പോലെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പോരായ്മകൾ മുഴുവൻ അവനെ കേൾപ്പിക്കും. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കാരണന്മാർ അബദ്ധവശാൽ പറയുന്ന കാര്യങ്ങളും നേരിട്ട് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അറിയാതെ ചെയ്തു പോയ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നമ്മളിലുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ചില കാര്യങ്ങൾ കുറേ കുട്ടികൾ ഓർക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. കാരണം അവൻ്റെ മനസ്സിൽ അപ്പോൾ പരാജയം വരും. കാരണം ഞാനിങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രവർത്തിച്ചല്ലോ. അപ്പോൾ അവൻ്റെ മനസ്സങ്ങനെ കെട്ടുപോകുന്ന അവൻ്റെ മനസ്സങ്ങ് തളർന്നു പോകും. അപ്പോൾ ആ തളരാതിരിക്കണമെങ്കിൽ നമ്മൾ കാരണവന്മാർ ഒരിക്കലും ഈ പുരാണ കഥകൾ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കമ്പാരിസൺ ചെയ്യരുത്. അവനങ്ങനെയാണ്, അവനങ്ങനെ ചീട്ടില്ല, അവനിങ്ങനെ കിട്ടില്ല, അങ്ങനെയൊന്നും ഒരാൾ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കുട്ടി നമ്മുടെയാണ്, നമ്മളെ ബ്ലഡിൻ്റെ കുട്ടിയാണ്. അപ്പോൾ നമ്മളെ കുട്ടിക്ക് നമ്മളെ ബ്ലഡിൻ്റെ അംശം പോലെയല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അതിന് പുതിയതായിട്ട് വാർത്തെടുക്കാൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലല്ല നമ്മൾ പോകേണ്ടത്, നമ്മുടെ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നമ്മൾ നോക്കണം. ആ സ്വന്തം ദൃഷ്ടിയിൽ നമ്മൾ ആ കുട്ടിയെ വളർത്തിയെടുത്താൽ മാത്രമേ ആ കുട്ടി, അപ്പം നമ്മുടേത് നല്ല കാര്യങ്ങൾ നമ്മൾ കുട്ടിയെ പറഞ്ഞ് കേൾപ്പിക്കണം. അതുപോലെ നമ്മുടെ കുടുംബാന്തരീക്ഷം വളരെ ഭദ്രമായിരിക്കണം. കുട്ടി പഠിക്കണ നേരത്തെ അല്ലെങ്കിൽ കുട്ടി വേറെ സംഭവം ചെയ്യുമ്പോൾ കുട്ടിയെ നമ്മൾ കുട്ടി ഇപ്പോൾ ഏതെങ്കിലും തെറ്റായ മാർഗത്തിൽ ഇപ്പോൾ ഗൈഡ് ചെയ്യാം. അതും ഗൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് ഗൈഡ് ചെയ്യരുത്. ഇപ്പോൾ വൈഫിനോടോ അത് അമ്മയോട് പറയാം, അല്ലെങ്കിൽ പെങ്ങളുണ്ട് അല്ലെങ്കിൽ ചേട്ടൻ, അങ്ങനെ അവരോട് പറഞ്ഞ് അവർ വഴി അറിയിപ്പിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അറിയിപ്പിക്കുക. അത് നമ്മൾ നേരിട്ട് പറയുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മളോടുള്ള ഡിസ്റ്റൻസ് വിട്ട് നമ്മൾ അച്ഛനും കൊടുക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം അത്ര നമുക്ക് പിന്നീട് കിട്ടില്ല. നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇത് അനാവശ്യമായിട്ട് തോന്നും. അപ്പോൾ കുട്ടികൾ നമ്മൾ വലിയ വിലയൊന്നും ചെയ്യില്ല. പിന്നെ പ്രായമായ കുട്ടികളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവർ സുഹൃത്തായിട്ട് കാണണം. സുഹൃത്തായി കാണുമ്പോൾ നേരിട്ട് കൈയിട്ട് വയ്ക്കുക, തോളിൽ കയറണം എന്നല്ല പറഞ്ഞത്. നമ്മൾ മാക്സിമം ആ കുട്ടിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. പിന്നെ അധികം കുട്ടികൾ ചെയ്യുന്ന പോലെ കുട്ടികളെ കുറ്റപ്പെടുത്തരുത്. അത് ശരിയായാലും ഇത് ശരിയായില്ല എന്ന് പറയരുത്. കാരണം അതൊക്കെ നമ്മുടെ മനസ്സിൽ വയ്ക്കേ, എന്നിട്ട് നമ്മളതിൽ അവരെ കുട്ടി വീക്ഷിച്ചു കഴിഞ്ഞാൽ വീക്ഷണത്തിൽ കൂടി നമുക്ക് മനസ്സിലാകും നമ്മുടെ കുട്ടി ഏത് വഴിക്കാൻ പോകണം. എന്നിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് പതുക്കെ അതിനെ ലെവലിൽ വിടാം. ചിലപ്പോൾ ചില കുട്ടികൾ അഗാധമായ രീതിയിൽ തെറ്റുകളിലേക്ക് പോയി തരാം. ആ തെറ്റുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ആ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ തെറ്റുകളെ നമ്മൾ എത്ര കണ്ട് ക്രോഡീകരിച്ച് ചുരുക്കാൻ പറ്റുമോ എന്നിട്ട് അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എത്ര മോശമായ കുട്ടികൾ നല്ല രീതിയിൽ വന്ന കുട്ടികളായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ലേ. എത്രയോ കുട്ടികൾ മോശമായി, ചെറുപ്പത്തിൽ മോശമായിരിക്കും, വലിപ്പത്തിൽ നല്ലതായിരിക്കും. ചില കുട്ടികൾ ചെറുപ്പത്തിൽ നല്ലതായിരിക്കും, വലിപ്പത്തിൽ മോശമായിരിക്കും. അതായത് ആ സാഹചര്യങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാം നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ വീട്ടിലായാലും നല്ല സമാധാനപരമായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിപ്പോൾ അധികം സംസാരിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ സുഖം. കാരണം സംസാരിക്കുമ്പോഴാണ് തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും ഉറവിടം സ്റ്റാർട്ടാവണേ. എപ്പോഴും നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക. എത്ര കണ്ട് മൂകമായിട്ടിരിക്കുമ്പോൾ അത്ര കണ്ട് നമുക്ക് ഭദ്രത ഉണ്ടായിരിക്കും ജീവിതത്തിൽ. അത് ഏതൊരു കാര്യമത്തെ. അപ്പോൾ അതുപോലെ തന്നെ അന്യമായിട്ട് നമ്മൾ റൂമുകളിൽ കയറി ചെല്ലാതിരിക്കുക. ഇപ്പം മകൻ്റെ റൂമാണ് മകളുടെ റൂമാണെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെന്നിരിക്കാം, അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം ഒന്ന് നോക്ക് ചെയ്യുക, മുട്ടി ഞാൻ വരുന്നു. മാക്സിമം വരാതിരിക്കുക, അവരുടെ റൂമുകളിൽ പോകാതിരിക്കുക. കാരണം അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. മക്കളായാലും മരുമക്കളായാലും ആരായാലും നമ്മുടെ ഏത് ബന്ധുക്കളായാലും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ അതായത് പരോപകാരമേ പുണ്യം ദുഃഖം പരപീഡനം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാനൊക്കെ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാൻ ഏതെല്ലാം ദുഃഖിപ്പിക്കാം,
വാക്കുകൾ കൊണ്ട് ദുഃഖിപ്പിക്കാം, നോട്ടം കൊണ്ട് ദുഃഖിപ്പിക്കാം, ചിന്ത കൊണ്ട് ദുഃഖിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പരദൂഷണങ്ങളിൽ കൂടെ. അതൊന്നും പാടില്ല. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മുടെ കാരണം രക്ഷിതാവെന്ന് പറഞ്ഞാൽ വലിയൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിലിരിക്കുന്ന ആൾ രക്ഷിതാവ് തന്നെയായിരിക്കണം. ആ രക്ഷിതാവ് അത് ശിക്ഷ ഗുരുവിന് തുല്യമല്ലേ. അപ്പോൾ ആ ഗുരുവായിട്ട് തന്നെ വർക്ക് ചെയ്യണം. ഗുരുവായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അനാവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ പറയാനോ പാടില്ല. കുട്ടികൾ എപ്പോഴും നമ്മൾ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നത് മാറി പോകണം. അത്ര സദ്വചനാമൃതത്തിൻ്റെ അടുത്ത എപ്പിസോഡ് വരയ്ക്കും നമ്മൾക്ക് നിങ്ങളെല്ലാവർക്കും ഞാൻ നമസ്കാരം പറയുന്നു. അടുത്ത് നമുക്ക് വീണ്ടും കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.